ജീവിതത്തിൻ്റെ ഓട്ടപ്പാച്ചിലിനിടയിൽ, ജീവിതത്തിൻ്റെ പിരിമുറുക്കങ്ങൾക്കിടയിൽ ഒരു ചെറിയ കുസൃതിയാകാം, ഒരു ചെറിയ ഹാസ്യമാകാം. ഗൗരവമായ വാർത്തകളിൽ നിന്ന് വ്യത്യസ്തമായി ഒരു കുസൃതി ചോദ്യത്തിലേക്ക് കടക്കാം. ഒഴുകുന്ന അർത്ഥം വരുന്ന അല്ലെങ്കിൽ ഒഴുകുന്ന അക്കമേത് എന്ന ചോദ്യവുമായി, ഒരു കുസൃതി ചോദ്യവുമായി ചുറ്റുവട്ടത്തെ ജനങ്ങളുമായി കണ്ടപ്പോൾ വളരെ രസകരമായ ഉത്തരങ്ങൾ കിട്ടി. എന്തായാലും ആ ഉത്തരങ്ങൾ നമുക്കൊന്ന് ആസ്വദിക്കാം. ഒഴുകുന്ന ഒരു അക്കം പറ, അല്ലെങ്കിൽ അക്ഷരം. ഒഴുകുന്ന അക്കം അല്ലെങ്കിൽ ഒഴുകുപാറ കൊള്ളാം. എന്നാലും ഞാൻ ഒരു ഹിന്റ് തരാം, അതിൻ്റെ അകത്തുണ്ടെന്ന് നോക്കണം. ഒഴുകുന്ന അക്കം 1 2 3 4 5 6 7 9 10 ഇതിൻ്റെ അകത്തുണ്ട്. നോക്കട്ടെ. ആ ബുദ്ധിയുണ്ടോ നോക്കട്ടെ. ഒഴുകുന്ന അക്കം പറ മനുഷ്യ. അക്ഷരം അക്കം 1 2 3 4 5 6 7 8 9 10 ഇതിനകത്തുണ്ട്. നോക്കട്ടെ, ബുദ്ധിയുണ്ടോ നോക്കട്ടെ. ഈ അക്ഷരം ഈ അക്കത്തിൻ്റെ അകത്തുണ്ടോ? 1 2 3 4 5 6 7 8 9 10 ഇതിനകത്തുണ്ട്. ഒഴുകുന്ന ഒരു അക്കം പറ നോക്കട്ടെ. അക്കം നമ്പർ 1 2 3 4 5 6 7 ഇപ്പുറത്തുണ്ടോന്ന് എന്തെന്നാണ് 6 ഒഴുകില്ലേ? അല്ല ഓടി പോയോ. ഇത്രേ മതി. ഒഴുകുന്ന അക്കം അല്ലെങ്കിൽ ഒരു അക്ഷരം പറഞ്ഞേ. മനസ്സിലായില്ല. ഒഴുകുന്ന അക്കം, ഒഴുകുന്ന അക്കം ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു അക്ഷരം പറ നോക്കട്ടെ. ആ ഒഴുകുവോ? ഞാൻ ഹിന്റ് തരാം. 1 2 3 4 5 6 7 9 10 ഇതിനകത്തുണ്ട്. ബുദ്ധിയോടെ നോക്കട്ടെ. 7 എങ്ങനെ ഒഴുകും? 6 ഒഴുകും. മിടുക്കൻ. ഒഴുകുന്ന അക്കം അല്ലെങ്കിൽ അക്ഷരം അറിയാമോ? ഒഴുകുന്ന അക്കം അല്ലെങ്കിൽ അക്ഷരം ഓർമ്മിച്ച് നോക്കി. ഒഴുകുന്ന അക്ഷരം അല്ലെങ്കിൽ ഒഴുകുന്ന അക്കം എന്ന് പറഞ്ഞേ. അറിയാതെ ഒഴുകുന്ന അക്ഷരം ഒരു ക്ലൂ തരാം, ഈ ഹിന്റ് തരാം. 1 2 3 4 5 6 7 9 10 ഇതിനകത്തുണ്ട്. ഒഴുകുന്ന അക്ഷരം അല്ലെങ്കിൽ ഒഴുകുന്ന അക്കം. കണക്ക് ഇതിനകത്തുണ്ട്. കണക്കല്ല, അതിലൊരു അക്ഷരം അല്ലെങ്കിൽ ഒരു അക്കം ഉണ്ടല്ലോ. ഒഴുകുന്ന അക്ഷരം അല്ലെങ്കിൽ ഒഴുകുന്ന അക്കം. ഏത് അത് തന്നെ അക്കം പറയും. 5 എങ്ങനെയാവും? ഒഴുകുന്ന അക്ഷരം എങ്ങനെയാവും? 5 ഏതാണ്ട് അടുത്തെത്തി. അതെ, ഏതാണ്ട് അടുത്തെത്തി. പറഞ്ഞു നോക്കി. 5ന്റെ അടുത്തേത്? അപ്പൊ ഒഴുകുന്ന അക്ഷരം 6. ഓക്കെ, ഓടിപ്പോയി. ഒഴുകുന്ന അക്കം അല്ലെങ്കിൽ ഒഴുകുന്ന അക്ഷരം പറയും. ഒഴുകുന്ന അക്ഷരം അല്ലെങ്കിൽ ഒരു അക്കം പറയും. അറിയാൻ നോക്കട്ടെ. ഒഴുകുന്ന അക്ഷരം അല്ലെങ്കിൽ ഒരു അക്കം പറയും. അറിയാൻ നോക്കട്ടെ. ഞാൻ ഒരു ക്ലൂ വരാം. 1 2 3 4 5 6 7 9 10 ഇതിൻ്റെ അകത്തുണ്ട്. നോക്കട്ടെ, ബുദ്ധിയുണ്ടോ നോക്കട്ടെ. ഒഴുകുന്ന അക്ഷരം ഇതിൽ കണ്ടുപിടിക്കും. ഇങ്ങോട്ട് പോത്ത് നോക്കി. 7 എങ്ങനെ ഒഴുകണത്? അടുത്തെത്തി. 7ന്റെ ഇപ്പുറത്തേത്? 7ന്റെ ഇപ്പുറത്തേത്? 7ന്റെ ഇപ്പുറത്തേത്? 4 വരുമോ? നിങ്ങൾ എത്തി. 7ന്റെ ഇപ്പുറത്ത് വരും. 7ന്റെ തൊട്ട് താഴെ അത്. അപ്പൊ അത് കറക്റ്റായ. അപ്പൊ ഒഴുകുന്ന അക്കാശം ഏതാണ്? 6. ഓടിപ്പോയി. ഒഴുകുന്ന ഒരു അക്കം അല്ലെങ്കിൽ ഒരു അക്ഷരം. ഒഴുകുന്ന അക്കം അല്ലെങ്കിൽ ഒരു അക്ഷരം. ഒഴുകുന്ന ഒരു അക്കം അല്ലെങ്കിൽ അക്ഷരം. അത് അക്കോ അക്ഷരോ? അക്ഷരം അല്ലെങ്കിൽ ഒരു അക്കം പറ. ഒരു ഹിന്ദി പറഞ്ഞുതരാം. 1 2 3 4 5 6 7 8 9 10 നോക്കി വെറുതെ പറഞ്ഞു. ഒഴുകുന്ന ഒരു അക്കം പറഞ്ഞു. കറക്റ്റ്. ഒഴുകുന്ന അക്കം ഏതാ അല്ലെങ്കിൽ അക്ഷരം പറഞ്ഞാൽ അറിയാം. ഒഴുകുന്ന അക്കം അല്ലെങ്കിൽ അക്ഷരം. ഉത്തരം പറയാം നോക്കട്ടെ. ബുദ്ധിയുണ്ടോ നോക്കട്ടെ. ഒഴുകുന്ന അക്ഷരം. ഒഴുകുന്ന അക്കം അല്ലെങ്കിൽ ഒഴുകുന്ന അക്ഷരം. ഒരു ക്ലൂ തരാം. 1 2 3 4 5 6 7 9 10 ഇതിൻ്റെ അകത്തുണ്ട്. ഒഴുകുന്ന അക്കം, ഒഴുകുന്ന അക്ഷരം. ഒഴുകുന്ന അക്കം. ആലോചിച്ചു ബുദ്ധിയുണ്ടോ നോക്കട്ടെ. സിമ്പിൾ. ഞാൻ ഈ പറഞ്ഞ അക്കത്തിലുണ്ട്. 1 2 3 4 5 6 7 9 10. ചുമ്മാ ആലോചിച്ച് നോക്ക്. 1 2 3 4 5 6 7 8 10 ഏത്? ഒഴുകുന്ന അക്കം പറ. ഒഴുകുന്ന അക്കം. ഇത്രയും അടുപ്പിച്ച് ഞാൻ പറഞ്ഞു. 1 2 3 4 5 6 6അല്ലേ ഒഴുകുന്ന അക്കം? കറക്റ്റ് അല്ലേ? വിളിക്കാം ഓട്ടെ. ഇതുണ്ടല്ലോ പേരല്ലേ. ഒഴുകുന്ന അക്കം ഏതാണെന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ. 6. അപ്പോൾ കുസൃതി ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇവിടെ അവസാനിക്കുന്നില്ല. മറ്റൊരു കുസൃതി ചോദ്യവും മറ്റൊരു വിശേഷവുമായി വേഗം കണ്ടുമുട്ടാം. അതിലൂടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗുഡ് ലക്ക്.